വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കോറാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസസ് ആണ്. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുക്കുക. ഇതുപോലെ ആ റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡിലേക്ക് ഫില്ല് ചെയ്യാനുള്ളത് വെട്ടിയെടുക്കുക. ഇതിന് പ്രത്യേക അളവുകളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇതിലേക്കുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായി ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോന്നും ഒട്ടിക്കുന്നത്. ഒരു ബ്രിക്ക് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ ഐഡിയ വെച്ച് വേറെ ഓരോ പാറ്റേണിൽ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യുക. ഇങ്ങനെ ഞാനിവിടെ മുഴുവനായി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബേസിന് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി 2:1 എന്ന റേഷ്യോയിൽ ഗ്ലൂവും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമ്മുടെ ബേസിൽ അടിച്ചു കൊടുത്ത് ടിഷ്യൂ വെക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ സൈഡ് കട്ട് ചെയ്യാത്തത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ ആ ടിഷ്യൂ എടുത്തു, എന്നിട്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ ഇത് ചെയ്യണം, എന്നിട്ടാണ് ടിഷ്യൂ വെക്കേണ്ടത്. എന്നിട്ട് ഞാൻ വീണ്ടും ടിഷ്യൂ വെച്ച് കൊടുക്കുകയാണ്. ഇത് വളരെ നേർത്തതായതിനാൽ തന്നെ ഞാൻ ഇവിടെ 2 ലെയർ ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ തന്നെ വേണമെന്നില്ല, ന്യൂസ് പേപ്പറോ മറ്റോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കും ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വാളിലൊക്കെ ഹാങ് ചെയ്തിടുമ്പോൾ ഇതിൻ്റെ സൈഡ് നല്ല നീറ്റ്നെസ്സിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഗ്ലൂ ചെയ്തത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബേസിന് പെയിൻറ് ചെയ്യാൻ വേണ്ടി ബ്രൗൺ കളറാണ് ആവശ്യം. എൻ്റെ കയ്യിൽ ബ്രൗൺ കളറില്ല, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായി ഞാൻ കുറച്ച് യെല്ലോയും ബ്ലൂവും തമ്മിൽ മിക്സ് ആക്കുകയാണ്. ഒരു ഗ്രീൻ കളർ കിട്ടും. ഇതിലേക്ക് കുറച്ച് റെഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ബേസിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതിവിടെ മുഴുവനായി അടിച്ചെടുത്ത് ഡ്രൈ ആയിട്ടുണ്ട് പെയിൻറ് നന്നായിട്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തും പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബേസിൽ വെക്കാൻ വേണ്ടി ഞാൻ കുറച്ച് റോസ് പൂവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ടൈപ്പിലുള്ള ഒരു റോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി ഞാൻ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ യൂസ് ചെയ്യുക, എന്നിട്ട് അതിൽ കളർ കൊടുത്താൽ മതിയാവും. 2 പീസ് പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ ഞാനൊന്ന് ഗ്ലൂ ചെയ്ത് അത് ഒന്നാക്കിയിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി, വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മടക്കി തിരിച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് അധികം എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബേസിൽ ഇത് ഓരോന്നായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് ബേസിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഫ്ലവേഴ്സ് വെച്ചുകൊടുക്കുക. അതുപോലെ ഒരു സൈഡിലാണെങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫ്ലവേഴ്സ് മാത്രമായപ്പോൾ എനിക്കൊരു ഫിനിഷിങ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ലുക്കാക്കാൻ വേണ്ടി കുറച്ച് ഗ്രീൻ പേപ്പറിൽ ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഫ്ലവേഴ്സിന് ഇടയിലായി അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുത്തു. സൈഡിലേക്കായി ഈ ഒരു ടൈപ്പ് ലീഫ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബേസ് കംപ്ലീറ്റായി മാറി നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അന്ന് ഷെയർ ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.